വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ വായനഭാഗം നെഹമ്യ പ്രവചനം 10 മുതൽ 13 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി നെഹമ്യാവ് 10-ാം അധ്യായം 39-ാം വാക്യം. വിശുദ്ധ മന്ദിരത്തിൻ്റെ ഉപകരണങ്ങളും അതിൽ ശുശ്രൂഷിക്കുന്ന പുരോഹിതന്മാരും വാതിൽ കാവൽക്കാരും സംഗീതക്കാരും ഇരിക്കുന്ന അറകളിലേക്ക് ഇസ്രായേൽ മക്കളും ലേവ്യരും ധാന്യം, വീഞ്ഞ്, എണ്ണ എന്നിവയുടെ ഉദർചാർപ്പണം കൊണ്ടു ചെല്ലണം. ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയം ഞങ്ങൾ കൈവിടുകയില്ല. യെരുശലേമിൻ്റെ മതിൽ പണി കഴിഞ്ഞതിനു ശേഷം ജനങ്ങൾ അതിപ്രധാനമായി നിർവഹിക്കപ്പെടേണ്ട ഒന്നായിരുന്നു ആത്മീയമായി പുതുക്കപ്പെടുന്ന അനുഭവം. എന്നാൽ മതിൽ പണി പോലെ അത്ര എളുപ്പമായിരുന്നില്ല ദിനം തോറും പുതുക്കപ്പെടുന്ന അനുഭവം. പിന്നെയോ അതൊരു വെല്ലുവിളി ആയിരുന്നു. ഇന്നത്തെ വായനഭാഗത്ത് നാം കാണുന്നത് ദൈവജനത്തിൻ്റെ പ്രതിജ്ഞ, ആരാധനാ ജീവിതം, വിശുദ്ധി, പാപത്താലുള്ള വീഴ്ച, തുടർന്നുള്ള പുതുക്കം എന്നിങ്ങനെയുള്ള വിഷയങ്ങളാണ്. ഈ ഭാഗത്തു നിന്നും ചില ചിന്തകൾ പങ്കുവെക്കട്ടെ. ഒന്നാമതായിട്ട്, ദൈവത്തോടുള്ള പ്രതിജ്ഞയിൽ ഉറച്ചു നിൽക്കുക. ജനങ്ങൾ ദൈവത്തോട് വീണ്ടും ഉടമ്പടി ചെയ്യുന്നതാണ് 10-ാം അധ്യായത്തിൽ നാം കാണുന്നത്. അവർ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കാമെന്ന് വാഗ്ദാനവും ചെയ്യുന്നു. ലോകത്തിൻ്റെ അശുദ്ധികളിൽ നിന്ന് വേർപെട്ട് ജീവിക്കുവാനായി അവർ തീരുമാനമെടുക്കുന്നു. അതിനായി അവർ ദേശത്തിലെ അന്യജാതിക്കാരിൽ നിന്നും വേർപെട്ട് ജീവിക്കുകയും മോശ മുഖാന്തരം നൽകപ്പെട്ട ദൈവത്തിൻ്റെ ന്യായപ്രമാണം അനുസരിച്ച് നടക്കുമെന്നും തീരുമാനിക്കുന്നു. ഇത്തരത്തിൽ ദൈവ നിയമങ്ങൾ അനുസരിക്കുന്നതോടൊപ്പം വിശുദ്ധ ദിനങ്ങളെ ആചരിക്കുമെന്നും ദൈവാലയ സേവനത്തെ പിന്തുണയ്ക്കുമെന്നും അവർ തീരുമാനമെടുക്കുന്നു. നമ്മുടെയും ജീവിതത്തിൽ ആരാധനകൾ മാത്രം പോരാ, പ്രവൃത്തിയും വിശുദ്ധമായിരിക്കണം. ദൈവത്തോട് പ്രതിജ്ഞ ചെയ്താൽ അത് പാലിക്കുകയും വേണം. അങ്ങനെ ദൈവത്തോടുള്ള ബന്ധത്തിൽ അവർ എടുത്ത തീരുമാനങ്ങളിൽ അവർ ഇവിടെ ഉറച്ച് നിൽക്കുന്നതായി 10-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. രണ്ടാമതായിട്ട്, ആത്മീയ ജാഗ്രതയിൽ ഉറച്ചു നിൽക്കുക. കുറച്ചുനാൾ നെഹമ്യാവിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെട്ട ജനതയിൽ ആത്മീയമായ അലംഭാവം ഉണ്ടാകുന്നതായി കാണുന്നു. രാജസന്നിധിയിൽ നിന്ന് മടങ്ങി വന്ന നെഹമ്യാവ് കണ്ടത് ജനങ്ങൾ വീണ്ടും ചില തെറ്റുകളിൽ അകപ്പെട്ടിരിക്കുന്നതാണ്. അത് 13-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇവിടെ ദൈവാലയത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുന്നു. ദശാംശം അവർ അവഗണിച്ചു കളയുന്നു. ശബത്ത് അവർ ലംഘിക്കുന്നു. അന്യജാതിക്കാരുമായുള്ള അവിശുദ്ധ ബന്ധങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. എന്നാൽ ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ച നെഹമ്യാവ് ജനങ്ങളെ വീണ്ടും ദൈവത്തിങ്കിലേക്ക് മടക്കി കൊണ്ടുവരുന്നു. അതിനാൽ നാം എടുക്കുന്ന നല്ല തീരുമാനങ്ങളിൽ നാം ഉറച്ചു നിൽക്കുക. നമ്മുടെ ആത്മീയതയിൽ ജാഗ്രത പുലർത്തുന്നവരായിരിക്കുക. പ്രിയമുള്ളവരെ, നാം എടുത്ത പ്രതിജ്ഞ പാലിക്കുവാൻ ഇന്ന് വരെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ദൈവ സേവനത്തിൽ ജാഗ്രത സൂക്ഷിക്കുവാൻ നാം ശ്രമിക്കുന്നുണ്ടോ? നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഈ പുതിയ ദിവസത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ ഒരു വർഷത്തിൻ്റെ 130 ദിനങ്ങൾ പിന്നിടുവാൻ ഞങ്ങളെ അവിടുന്ന് ഇടയാക്കിയല്ലോ. എന്നാൽ ഈ പുതിയ വർഷത്തിൽ ഞങ്ങൾ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാൻ പലപ്പോഴും ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. ഞങ്ങളുടെ കുറവുകളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. തുടർന്നും ആത്മീയ ജാഗ്രതയുള്ളവരായി അവിടുത്തെ ശുശ്രൂഷകൾ നിറവേറ്റുവാൻ ഞങ്ങളെ അവിടുന്ന് ഇടയാക്കണമേ. ആമേൻ.